ഒരു നിമിഷത്തിൽ തോന്നുന്ന വൈകാരികമായ താൽപര്യങ്ങളാണ് പലരെയും വഴിവിട്ട ബന്ധങ്ങളിൽ കൊണ്ടെത്തിക്കുന്നത്. ഒടുവിൽ ആത്മഹത്യയിലും കൊലപാതകത്തിലുമായിരിക്കും ഇത്തരം ബന്ധങ്ങളുടെ അന്ത്യം. തൃശൂരിലെ സന്ധ്യ, കൊല്ലത്തെ വർഷ, പത്തനംതിട്ട അടൂരിലെ അനുജ എന്ന അധ്യാപിക എന്നിവരുടെയൊക്കെ കൊലപാതക കേസുകൾ പരിശോധിച്ചാൽ കാരണം സമാനമാണ്. സന്ധ്യയുടെയും വർഷയുടെയും കൊലപാതകത്തിൽ ഭർത്താക്കന്മാർക്ക് ജീവപര്യന്തം ശിക്ഷ വിധിക്കപ്പെട്ട ദിവസമാണിത്. അന്നേ ദിവസം തന്നെ തൃപ്പൂണിത്തുറയിൽ ആൺസുഹൃത്തുമായുള്ള ബന്ധത്തെ തുടർന്ന് യുവതിയെ ഭർത്താവ് വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചത് നടുറോഡിൽ വെച്ചാണ്. ആ കേസുകളിലേക്ക് പോകും മുൻപ് അടൂരിലെ സ്കൂൾ അധ്യാപികയുടെയും സുഹൃത്തിന്റെയും മരണമാണ് പോലീസ് പട്രോൾ ആദ്യം പരിശോധിക്കുന്നത്. സ്വാഗതം. പത്തനംതിട്ട അടൂരിലെ സ്കൂൾ അധ്യാപികയായ അനുജയും ബസ് ഡ്രൈവറായ ഹാഷിമും തമ്മിൽ യാത്രക്കിടെയാണ് പരിചയപ്പെടുന്നത്. ആ പരിചയം പിന്നീട് വഴിവിട്ട ബന്ധമായി വളർന്നു. സ്വന്തം ഭർത്താവിനെയും കുഞ്ഞിനെയും പോലും മറന്നുള്ള സൌഹൃദമാണ് ഒടുവിൽ ആ ടീച്ചറുടെ ജീവനെടുത്തത്. പട്ടാഴിമുക്കിൽ വെച്ച് വാഹനാപകടത്തിൽ മരിച്ച അനുജയുടെയും ഹാഷിമിന്റെയും മരണത്തിൽ ഇപ്പോഴും ദുരൂഹത ഒഴിഞ്ഞിട്ടില്ല. അനുജയെ മനഃപൂർവ്വം വാഹനാപകടത്തിൽ കൊലപ്പെടുത്തി ഹാഷിം സ്വയം ജീവനൊടുക്കിയതാകാമെന്നാണ് പോലീസിന്റെ നിഗമനം. മരണകാരണം കണ്ടെത്താൻ ഇരുവരും തമ്മിലുള്ള ഫോൺ കോളുകളും വാട്സാപ്പ് ചാറ്റുകളും പോലീസ് പരിശോധിക്കുകയാണ്. അടൂർ പട്ടാഴിമുക്കിലെ വാഹനാപകടത്തിൽ മരിച്ച അനുജയുടെയും ഹാഷിമിന്റെയും മരണത്തിൽ ദുരൂഹതകൾ ഏറെയാണ്. അടുത്ത സുഹൃത്തുക്കളായ ഇരുവരും തമ്മിലുള്ള ഫോൺ കോളുകളും വാട്സപ്പ് ചാറ്റുകളും പോലീസ് അന്വേഷിച്ചു വരികയാണ്. അനുജയെ വാഹനാപകടത്തിൽ കൊലപ്പെടുത്തി ഹാഷിം സ്വയം ആത്മഹത്യ ചെയ്താകുമെന്നും സൂചനയുണ്ട്. താൻ മരണപ്പെടുമെന്ന് അനുജ സുഹൃത്തായ അധ്യാപികയോട് പറഞ്ഞിരുന്നതായും തെളിവുകളുണ്ട്. സംഭവ ദിവസം വിനോദയാത്ര കഴിഞ്ഞെത്തിയ അനുജയെ ഹാഷിം കാറിൽ കൂട്ടിക്കൊണ്ടുപോകുമ്പോഴും സഹപ്രവർത്തകരായ അധ്യാപകർക്കും സംശയമുണ്ടായിരുന്നു. ഇക്കാര്യം പോലീസിനോടും അനുജയുടെ ബന്ധുക്കളെയും അറിയിച്ചിരുന്നു. എന്നാൽ പോലീസ് എത്തും മുമ്പേ ഇരുവരും അപകടത്തിൽ മരിച്ചിരുന്നു. അനുജയും ഹാഷിമും തമ്മിലുള്ള സൗഹൃദത്തിൽ അടുത്തിടെ ഉണ്ടായ പ്രശ്നങ്ങളും ആത്മഹത്യയ്ക്ക് കാരണമാകാമെന്നാണ് പോലീസിന്റെ നിഗമനം. ഇരുവരുടെയും ഫോൺ കോളുകളും സന്ദേശങ്ങളും പരിശോധിച്ചെങ്കിൽ മാത്രമേ ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരികയുള്ളൂ. ന്യൂസ് 18 പത്തനംതിട്ട. അവിഹിത ബന്ധങ്ങൾ ഒട്ടേറെ കുടുംബങ്ങളുടെ തകർച്ചയ്ക്ക് കാരണമായിട്ടുണ്ട്. തൃപ്പൂണിത്തുറ സ്വദേശി രതീഷും ധന്യയും തമ്മിലുള്ള വിവാഹബന്ധത്തിൽ വിള്ളൽ വീണത് ഭാര്യയുടെ വഴിവിട്ടൊരു സൗഹൃദമാണ്. ആൺസുഹൃത്തുമായുള്ള യുവതിയുടെ അടുപ്പത്തെ രതീഷ് ചോദ്യം ചെയ്തതാണ് പ്രശ്നങ്ങളുടെ തുടക്കം. പിന്നീട് അത് പോലീസിൽ പരാതിയായി. ഹിൽ പാലസ് പോലീസ് രതീഷിനെയും ധന്യയെയും ആൺസുഹൃത്തിനെയും സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി പ്രശ്നം പരിഹരിക്കാൻ ശ്രമിച്ചതാണ്. പക്ഷേ ചർച്ച കഴിഞ്ഞ് സ്കൂട്ടറിൽ പോകുകയായിരുന്ന ഭാര്യയെ യുവാവ് നടുറോഡിൽ വെച്ച് വെട്ടിപ്പരിക്കേൽപ്പിച്ചു. പരിക്കേറ്റ യുവതി ആശുപത്രിയിൽ ചികിത്സയിലാണ്. രതീഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. തൃപ്പൂണിത്തുറ കണ്ണൻകുളങ്ങരയിൽ വെച്ച് വൈകിട്ട് 4:30 നാടിനെ നടുക്കിയ ആക്രമണം ഉണ്ടായത്. സ്കൂട്ടറിൽ സഞ്ചരിക്കുകയായിരുന്ന ധന്യയെ ബൈക്കിൽ പിന്നാലെ എത്തിയ ഭർത്താവ് രതീഷ് ഇടിച്ചു വീഴ്ത്തി. തുടർന്ന് കയ്യിൽ കരുതിയ വാക്കത്തി വെച്ച് വെട്ടിപ്പരിക്കേൽപ്പിച്ചു. ഗുരുതരമായി പരിക്കേറ്റ ധന്യയെ നാട്ടുകാരാണ് ആശുപത്രിയിൽ എത്തിച്ചത്. യുവതി അപകടനില തരണം ചെയ്തിട്ടുണ്ട്. രതീഷും ധന്യയും തമ്മിൽ ഏറെ നാളായി കുടുംബ പ്രശ്നം നിലനിന്നിരുന്നു. ധന്യയുടെ ആൺസുഹൃത്തുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഇരുവരും തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണമായത്. പിന്നീട് ഇവർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. അങ്ങനെ തൃപ്പൂണിത്തുറ ഹിൽ പാലസ് പോലീസ് രതീഷിനെയും ധന്യയെയും ആൺസുഹൃത്തിനെയും പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി പ്രശ്നം പരിഹരിക്കാൻ ശ്രമിച്ചെങ്കിലും ഫലം കണ്ടില്ല. പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയതിന് പിന്നാലെയായിരുന്നു യുവതിക്ക് നേരെയുള്ള ഭർത്താവിന്റെ ആക്രമണം. രതീഷിനെ സംഭവസ്ഥലത്തു നിന്നും തന്നെ പോലീസ് പിടികൂടി. യുവതിയെ കൊലപ്പെടുത്തുകയായിരുന്നു പ്രതിയുടെ ലക്ഷ്യമെന്നാണ് പോലീസ് നിഗമനം. ന്യൂസ് 18 കൊച്ചി. കൊല്ലം കേരളപുരത്ത് ഭാര്യയെയും 2 മക്കളെയും യുവാവ് വിഷം കുത്തിവെച്ച് കൊലപ്പെടുത്തിയ സംഭവം പലരും ഓർക്കുന്നുണ്ടാകും. 2021 മെയിലാണ് ഭാര്യയ്ക്ക് വിവാഹേതര ബന്ധമുണ്ടെന്ന സംശയത്തെ തുടർന്ന് മൺട്രോത്തുരുത്ത് സ്വദേശി അജി
2 കൈക്കുഞ്ഞുങ്ങളെ ഉൾപ്പെടെ 3 പേരെ കൊലപ്പെടുത്തിയത്. 5 വയസ്സുള്ള മകളുടെ മുന്നിലിട്ടായിരുന്നു ക്രൂരമായ കൂട്ടക്കൊല. കേസിൽ പ്രതിക്ക് കോടതി 3 ജീവപര്യന്തം ശിക്ഷ വിധിച്ചു. പ്രതി 6 ലക്ഷം രൂപ പിഴയും അടയ്ക്കണമെന്ന് കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതിയുടെ വിധിയിലുണ്ട്. അവിഹിത ബന്ധങ്ങളുടെയും സംശയരോഗത്തിന്റെയും ഇരകളാകുന്നത് പലപ്പോഴും യുവതികളും കുട്ടികളുമാണ് എന്നതാണ് ഏറ്റവും വേദനിപ്പിക്കുന്ന കാര്യം. മെയ് 11 കുണ്ടറ കേരളപുരം ഇടവട്ടത്തെ വീട്ടിലായിരുന്നു സംഭവം. ഭാര്യ വർഷ, മക്കളായ 2 വയസ്സുള്ള അലൻ, 3 മാസം പ്രായമുള്ള ആരവ് എന്നിവരെ എഡ്വേർഡ് വിഷം കുത്തിവെച്ച് കൊലപ്പെടുത്തിയ കേസിലാണ് അഡീഷണൽ സെഷൻസ് ജഡ്ജി എസ് സുഭാഷ് ശിക്ഷ വിധിച്ചത്. 3 കൊലപാതകങ്ങൾക്കും 3 ജീവപര്യന്തമാണ് വിധി. ശിക്ഷ ഒന്നിച്ചനുഭവിച്ചാൽ മതി. കൂടാതെ 2 ലക്ഷം രൂപ വെച്ച് 6 ലക്ഷം രൂപ പിഴയായി നൽകണം. 3 മർഡറായിരുന്നു. അപ്പോൾ 3 സെപ്പറേറ്റ് ആണ് കോടതി എഴുതിയിരിക്കുന്നത്. 3 ലൈഫ് ഇംപ്രിസൺമെന്റ്, 3 ലൈഫ് ഇംപ്രിസൺമെന്റും 3 പേർക്കും സെപ്പറേറ്റ് 2 lakhs rupees വെച്ച് ഫൈനും. അപ്പോൾ ആ 2 ലക്ഷം രൂപ അടച്ചില്ലെന്നുണ്ടെങ്കിൽ 1 വർഷം റിവേഴ്സ് ഇംപ്രിസൺമെന്റിന് കൂടെ 4 1 year. പിന്നെ 328 പോയിസൺ കുത്തിവെച്ച് കൊല്ലുന്നതിൻ്റെ അതും കൂടെ കോടതി ഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ 2 വർഷം കിടന്നല്ലോ, അയാൾ ജയിലിലായിരുന്നല്ലോ, അതിൻ്റെ സെറ്റ് ഓഫ് ചെയ്തിട്ടുണ്ട്. മെഡിക്കൽ സ്റ്റോർ ജീവനക്കാരനായിരുന്ന എഡ്വേർഡ് അനസ്തേഷ്യയ്ക്ക് മുൻപ് മസിൽ റിലാക്സേഷന് വേണ്ടി നൽകുന്ന മരുന്ന് കുത്തിവെച്ചാണ് ഭാര്യയെയും മകളെയും കൊന്നത്. ആ മരുന്ന് കുത്തിവെച്ചാൽ 10 മിനിറ്റിനുള്ളിൽ മരണം സംഭവിക്കും. മുറിയിൽ അബോധാവസ്ഥയിൽ അഭിനയിച്ച് കിടന്ന എഡ്വേർഡിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നെങ്കിലും പരിശോധനയിൽ വ്യാജമാണെന്ന് തെളിഞ്ഞു. പ്രതി കുറ്റസമ്മതവും നടത്തി. ഭാര്യയ്ക്ക് വിവാഹേതര ബന്ധമുണ്ടെന്ന സംശയമാണ് കൊലപാതകത്തിന് കാരണം. 5 വയസ്സുണ്ടായിരുന്ന മൂത്ത മകൾക്ക് മരുന്ന് കുത്തിവെച്ചിരുന്നില്ല. അവൾ സ്വയം ജീവിച്ചുകൊള്ളും, അതുകൊണ്ടാണ് കൊല്ലാതിരുന്നത് എന്നാണ് പ്രതി നൽകിയ മൊഴി. അന്ന് സംഭവം നേരിൽ കണ്ട മൂത്ത മോളുടെ മൊഴിയും നിർണായകമായിരുന്നു. മെഡിക്കൽ സ്റ്റോറിൽ നിന്നും ഉടമയറിയാതെ എടുത്ത മരുന്ന് ഉപയോഗിച്ചാണ് കൊലപാതകം നടത്തിയത്. 28 തൊണ്ടിമുതലുകൾ, 58 സാക്ഷികളെ വിസ്തരിച്ചു. 89 രേഖകൾ തെളിവായി കണ്ടെത്തി. അഡ്വക്കേറ്റ് ഷറഫുനിസയാണ് കേസിലെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായിരുന്നത്. കോടതി വിധിച്ച ശിക്ഷയിൽ തൃപ്തിയുണ്ടെന്നും എന്നാൽ വധശിക്ഷയാണ് പ്രതീക്ഷിച്ചിരുന്നതെന്നും മരിച്ച പെൺകുട്ടി വർഷയുടെ മാതാവ് പറഞ്ഞു. ന്യൂസ് 18 കൊട്ടാരക്കര. നമ്മുടെ നാട്ടിലെ ദാമ്പത്യ ബന്ധങ്ങൾക്ക് ഇതെന്താണ് സംഭവിക്കുന്നത്? വീട്ടിലെ കലഹങ്ങൾ നടുറോഡിൽ വെച്ചുള്ള ആക്രമണങ്ങൾക്കും ആത്മഹത്യക്കും വരെയും കാരണമാകുന്നുണ്ട്. തിരുവനന്തപുരം നെടുമങ്ങാട് ഭാര്യയുമായി കലഹിച്ച യുവാവ് സ്വയം കഴുത്തറത്ത് ജീവനൊടുക്കി. വിതുര സ്വദേശി സ്മിതേഷ് കത്തിയെടുത്ത് കഴുത്ത് മുറിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രിയിലെത്തിച്ച യുവാവ് ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. ഇരുവരും സിനിമയ്ക്ക് പോയി മടങ്ങി വന്ന ശേഷമാണ് വാക്കേറ്റവും ദാരുണമായ സംഭവം ഉണ്ടായത്. ഇവർക്ക് 6ഉം 11 വയസ്സുള്ള 2 കുട്ടികളുണ്ട്. വിതുര സിക്കിം നഗറിൽ വിശാഖം വീട്ടിൽ സ്മിതേഷ് എന്ന 38-കാരനാണ് കഴുത്തറത്ത് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതും തുടർന്ന് മരണത്തിന് കീഴടങ്ങിയതും. അദ്ദേഹം വാടകയ്ക്ക് താമസിക്കുന്ന കല്ലിയോട് ജംഗ്ഷനിലെ ഫ്ളാറ്റിലായിരുന്നു സംഭവം അരങ്ങേറിയത്. അദ്ദേഹത്തിൻ്റെ മനസ്സിലാക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ കുടുംബ പ്രശ്നമാണ് ഇത്തരമൊരു കൃത്യത്തിന് വഴിതിരിച്ചതെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കഴിഞ്ഞ ദിവസം ഭാര്യയുമൊത്ത് ഇദ്ദേഹം സിനിമയ്ക്ക് പോയിരുന്നു. സിനിമയ്ക്ക് വന്ന സമയം മുതൽ വാക്കേറ്റവും ചില കുടുംബത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതായി അറിയുന്നു. തുടർന്ന് ഇന്ന് അദ്ദേഹത്തെ വീട്ടിനുള്ളിൽ കഴുത്തറത്ത നിലയിൽ കാണുകയും തുടർന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യ അശ്വതി സമീപത്തുണ്ടായിരുന്ന ഇവരുടെ ബന്ധുക്കളേക്ക് വിളിച്ചു വരുത്തി തുടർന്ന് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. നെടുമങ്ങാട് ജനറൽ ആശുപത്രിയിലാണ് അദ്ദേഹത്തെ എത്തിച്ചത്. എന്നാലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഇദ്ദേഹം കാട്ടാക്കടയിലെ ഒരു ടയർ റിപ്പയറിംഗ് സ്ഥാപനത്തിൽ നടത്തി വരികയായിരുന്നു. അദ്ദേഹത്തിന് 2 കുട്ടികളാണുള്ളത്. നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് മുമ്പും ഇദ്ദേഹം ഇത്തരത്തിൽ ആത്മഹത്യാ ശ്രമം നടത്തിയിരുന്നതായി നെടുമങ്ങാട് പോലീസ് പറയുന്നു. കാസർഗോഡ് ജില്ലയിൽ ഏറെ കോളിളക്കം സൃഷ്ടിച്ച സംഭവമായിരുന്നു റിയാസ് മൗലവി വധക്കേസ്. 2017 നടന്ന ദാരുണമായ കൊലപാതകത്തിൽ കേരളം വിധിക്കായി കാത്തിരുന്നത് 7 വർഷമാണ്. ഒടുവിൽ കോടതിയിൽ നിന്നും നിരാശപ്പെടുത്തുന്ന വിധിയാണ് പുറത്തുവന്നത്. കൃത്യമായ തെളിവുകളും സാക്ഷിമൊഴികളും എല്ലാം ഉണ്ടായിട്ടും 3 പ്രതികളെയും വെറുതെ വിട്ടു. കേളുകുടെ സ്വദേശികളായ അജേഷ്, നിതിൻ കുമാർ, അഖിലേഷ് എന്നിവർ കുറ്റക്കാരല്ലെന്ന് വിധിച്ച കോടതി
അന്വേഷണ സംഘത്തിനെതിരെ രൂക്ഷമായ വിമർശനമാണ് ഉന്നയിച്ചത്. വിധി നിരാശാജനകമെന്ന് റിയാസ് മൗലവിയുടെ കുടുംബവും വിധിക്കെതിരെ അപ്പീൽ ഫയൽ ചെയ്യുമെന്ന് പ്രോസിക്യൂഷനും പ്രതികരിച്ചു. റിയാസ് മൗലവി വധക്കേസിൽ 3 പ്രതികളെയും കോടതി വെറുതെ വിട്ടു. കാസർഗോഡ് കേളുകുട്ട സ്വദേശികളായ അജേഷ്, നിതിൻ, കേളുകുട്ട ഗംഗൈ നഗറിലെ അഖിലേഷ് എന്നിവരെയാണ് വെറുതെ വിട്ടത്. കാസർഗോഡ് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി കെ ബാലകൃഷ്ണനാണ് കേസിൽ വിധി പ്രസ്താവിച്ചത്. വിധി പറയുന്നത് 3 തവണ മാറ്റിവെച്ച ശേഷമാണ് 7 വർഷങ്ങൾക്കിപ്പുറം കോടതിയുടെ വിധിയുണ്ടായത്. കോടതിയിൽ പ്രതീക്ഷയുണ്ടായിരുന്നെന്നും എന്നാൽ നീതി ലഭിച്ചില്ലെന്നും വിധി കേട്ടതിന് പിന്നാലെ റിയാസ് മൗലവിയുടെ ഭാര്യ സൈദ പ്രതികരിച്ചു. ഭയങ്കര പ്രതീക്ഷ ഉണ്ടായി കോടതിയുടെ മേലെ, പറയാൻ കിട്ടുന്നില്ല എന്തോ. കോടതിയുടെ കണ്ടെത്തൽ ദൗർഭാഗ്യകരമെന്ന് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ടി ഷാജിദ് പ്രതികരിച്ചു. DNA തെളിവിന് പോലും വില കൽപ്പിച്ചില്ല. അന്വേഷണ ഉദ്യോഗസ്ഥരെ നിരാശരാക്കുന്ന വിധിയെന്നും അപ്പീൽ പോകുമെന്നും അഡ്വക്കേറ്റ് ഷാജിദ് പറഞ്ഞു. ടവർ ലൊക്കേഷൻ ഉണ്ട്, സയന്റിഫിക് എവിഡൻസ് ഉണ്ട്, എല്ലാ തെളിവുകളുമുള്ള 1 മുതൽ 3 വരെ പ്രതികൾക്ക് ഏകദേശം 100ഓളം സാഹചര്യ തെളിവുകൾ കോടതിയുടെ മുമ്പിൽ നിരത്തി കൊടുത്ത കേസാണ്. അപ്പോൾ അതിൽ കോടതിയുടെ കണ്ടെത്തലുകൾ തികച്ചും ദൗർഭാഗ്യകരമെന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 25 വർഷമായി ഇത്ര കൂടുതൽ തെളിവുകളുള്ള ഒരു കേസ് വെറുതെ വിടുക എന്ന് പറയുന്നത് ഭയങ്കര അതിൻ്റെ ഇമ്പാക്റ്റും ജനങ്ങൾക്ക് നൽകുന്ന മെസ്സേജും വളരെ മോശമാണ്. വിധി വേദനാജനകമെന്ന് റിയാസ് മൗലവി കേസിനായി മുന്നോട്ട് പ്രവർത്തിച്ച ആക്ഷൻ കമ്മിറ്റി പ്രതികരിച്ചു. പോലീസ് അന്വേഷണം തൃപ്തികരമെന്നും അപ്പീൽ പോകുന്നതിൽ ആലോചിച്ച് തീരുമാനമെടുക്കുമെന്നും ആക്ഷൻ കമ്മിറ്റി. അതേസമയം ഈ 3 പേരും കുറ്റവാളികളല്ലെന്നും ഇവരെ കേസിൽ മനഃപൂർവ്വം പെടുത്തുകയായിരുന്നുവെന്നും നീതിപൂർവമായാണ് കോടതിയുടെ വിധി ഉണ്ടായിരിക്കുന്നതെന്നും പ്രതിഭാഗം അഡ്വക്കേറ്റ് ടി സുനിൽകുമാർ പ്രതികരിച്ചു. കഴിഞ്ഞ 7 വർഷമായിട്ട് ജീവിതത്തിന്റെ ഏറ്റവും നല്ല ഭാഗം അനുഭവിച്ചു തീർക്കേണ്ട 3 ചെറുപ്പക്കാർ ഈ കേസുമായി ജയിലിലാണ്. പരോള് പോലും കിട്ടാതെ ഹൈക്കോടതിയിൽ പോയിട്ട് ഇൻട്രീം ബെയിൽ പോലും കിട്ടാതെ 7 വർഷമായിട്ട് ജയിലിൽ കിടന്ന 3 ചെറുപ്പക്കാർക്ക് നീതി ലഭ്യമായിരിക്കുന്നു എന്നുള്ളതാണ് ആത്യന്തികമായിട്ട് എനിക്ക് പറയാനുള്ളത്. 2017 മാർച്ച് 20 രാത്രിയിലാണ് റിയാസ് മൗലവിയെ മസ്ജിദിലെ താമസ സ്ഥലത്ത് കഴുത്തറുത്ത് കൊലപ്പെടുത്തിയത്. സംഭവം നടന്ന് 3 ദിവസത്തിനകം അന്വേഷണ സംഘം പ്രതികളെ പിടികൂടിയിരുന്നു. ഇതുവരെ ജാമ്യം ലഭിക്കാത്തതിനാൽ പ്രതികൾ അറസ്റ്റിലായത് മുതൽ 7 വർഷക്കാലമായി ജയിലിൽ തന്നെ കഴിയുകയായിരുന്നു. കേസിൽ ഇതുവരെ 7 ജഡ്ജിമാരെയാണ് പരിഗണിച്ചത്. DNA പരിശോധനാ ഫലമടക്കം 50ലേറെ രേഖകളാണ് പോലീസ് കോടതിയിൽ ഹാജരാക്കിയത്. 97 സാക്ഷികളെ വിസ്തരിച്ചു. 215 രേഖകളും 45 തൊണ്ടിമുതലുകളും കോടതിയിൽ സമർപ്പിച്ചു. വിധി പ്രസ്താവനയോടനുബന്ധിച്ച് കോടതിയിലും പരിസര പ്രദേശങ്ങളിലും അതീവ സുരക്ഷയാണ് ഏർപ്പെടുത്തിയത്. ജില്ലാ പോലീസ് മേധാവിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലായിരുന്നു സുരക്ഷാ ക്രമീകരണം. ന്യൂസ് 18 കാസർഗോഡ്. മലപ്പുറം കാളികാവിൽ പിഞ്ചുകുഞ്ഞിനെ പിതാവ് ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയതിന്റെ ഞെട്ടൽ ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല. അതിനു പിന്നാലെ കാളികാവിൽ നിന്നും തന്നെ മറ്റൊരു കുരുന്നിന്റെ നിലവിളി ശബ്ദം. 2.5 വയസ്സുള്ള പെൺകുട്ടിയെയാണ് പിതാവ് ക്രൂരമായി മർദ്ദിച്ചത്. കുഞ്ഞിന്റെ ശരീരത്തിൽ അടിയേറ്റ പാടുകളുണ്ട്. മർദ്ദനത്തിൽ പരിക്കേറ്റ കുട്ടി മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. പിതാവിനെതിരെ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം കാളികാവ് പോലീസ് കേസെടുത്തു. കാളികാവ് ചാഴിയൂട്ടിലെ തൊണ്ടിയിൽ ജുനൈദിനെതിരെയാണ് കേസെടുത്തത്. 2.5 വയസ്സുള്ള ഷഹാന എന്ന കുട്ടിക്കാണ് പിതാവായ ജുനൈദിന്റെ മർദ്ദനമേറ്റത്. കുട്ടിയുടെ തലയിലും മുഖത്തും ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലും മർദ്ദനമേറ്റ പാടുള്ളതായി മാതാവ് ഫർഷാന പറഞ്ഞു. കഴിഞ്ഞ 21-നാണ് സംഭവം. ഷഹാനയുടെ വീട്ടിൽ നിന്ന് ജുനൈദ് കുട്ടിയെയും കൂട്ടി കാളികാവ് ചാഴിയൂട്ടിലെ വീട്ടിലേക്ക് പോയി. അവിടെ വെച്ചാണ് കുട്ടിയെ മർദ്ദിച്ചതായി പറയുന്നത്. ശരീരത്തിൽ അടിയേറ്റ പാടുകളുണ്ടായിരുന്നതായും ഫർഷാന പറഞ്ഞു. സംഭവത്തിന് ശേഷം കുട്ടിയെ ആദ്യം വണ്ടൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തുടർന്ന് വിദഗ്ധ പരിശോധനയ്ക്കായി
മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു. നേരത്തെയും കുട്ടിക്കും മാതാവിനുമെതിരെ പ്രതി അക്രമം നടത്തിയിരുന്നു. ഇതു സംബന്ധിച്ച് നേരത്തെയും പോലീസിൽ പരാതി നൽകിയിരുന്നതായും കുട്ടിയുടെ ബന്ധുക്കൾ പറഞ്ഞു. ന്യൂസ് 18 മലപ്പുറം. വൈകല്യങ്ങളുള്ള കുട്ടികളെ സ്വന്തം കുഞ്ഞുങ്ങളെപ്പോലെ നോക്കുന്ന ഒട്ടേറെ അഭയ കേന്ദ്രങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. എന്നാൽ തിരുവനന്തപുരം വെള്ളറടയിലെ ഒരു സ്നേഹഭവനത്തിൽ നിന്ന് സ്നേഹത്തിന്റെയും സാന്ത്വനത്തിന്റെയും നല്ല വാർത്തയല്ല കേട്ടത്. ഓട്ടിസം ബാധിച്ച 16 വയസ്സുകാരന് അഭയകേന്ദ്രത്തിൽ വെച്ച് മർദ്ദനമേറ്റതായി പരാതി. തിരുവല്ല മേപ്രിൽ സ്വദേശിയായ ആരുണിനാണ് മർദ്ദനമേറ്റത്. വെള്ളറട കുത്താടി സെന്റ് ആൻസ് കോൺവെന്റിന്റെ നിയന്ത്രണത്തിലുള്ള സ്നേഹഭവനത്തിലെ സിസ്റ്റർ റോസി കുട്ടിയെ മർദ്ദിച്ചെന്നാണ് പരാതിയിൽ പറയുന്നത്. ഈസ്റ്ററിന് ആരോണിനെ സ്നേഹഭവനത്തിൽ നിന്നും തിരുവല്ലയിലെ വീട്ടിലേക്ക് കൊണ്ടുവന്നപ്പോഴാണ് മർദ്ദനമേറ്റ പാടുകൾ രക്ഷിതാക്കളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. കുട്ടിയിൽ നിന്നും വിവരം ചോദിച്ചറിഞ്ഞ രക്ഷിതാക്കൾ സ്നേഹഭവനത്തിലെ പ്രിൻസിപ്പലിനോട് വിവരം അന്വേഷിച്ചു. തുടർന്ന് പ്രിൻസിപ്പലും 2 സിസ്റ്റർമാരും വീട്ടിലെത്തി ക്ഷമ ചോദിച്ചെങ്കിലും പോലീസിൽ പരാതി നൽകിയായിരുന്നു. അമ്മച്ചി ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേന് ഞാൻ വീട്ടിൽ വന്നു തുണി ഉരിഞ്ഞപ്പോഴാണ് ഈ പാടെല്ലാം കാണുന്നത്. അന്നേരം തന്നെ ഞാനത് ഫോട്ടോ ഒക്കെ എടുത്ത് ഇട്ട് കൊടുത്തു. പിറ്റേ ദിവസം 6 മണിയായപ്പോഴത്തേന് 2 സിസ്റ്റർമാരും വേറൊരു സാറുണ്ട്, ആ സാറും കൂടെ വീട്ടിൽ വന്നു. പിന്നെ ഒത്തിരി നേരം അവിടെ നിന്ന് സംസാരിച്ച് പിന്നെ അവർ ക്ഷമ ചോദിച്ചു. കഴിഞ്ഞ ക്രിസ്മസിനും അഭയകേന്ദ്രത്തിൽ നിന്നും കുട്ടിക്ക് വടികൊണ്ട് മർദ്ദനമേറ്റിരുന്നു. അനുസരണക്കേടിന്റെ ഭാഗമായി അടിച്ചതാണെന്നും ക്ഷമിക്കണമെന്നും ആവശ്യപ്പെട്ടതായി ആരോണിന്റെ രക്ഷിതാക്കൾ പറഞ്ഞു. മർദ്ദനമേറ്റ ആരോൺ ചാത്തങ്കരിയിലെ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയിലാണ്. കുട്ടിയുടെ ദേഹം അസകലം അടിച്ച പാടുകളുണ്ടായിരുന്നു. 7-ാം തീയതി നടന്ന സംഭവമാണെന്നാണ് അമ്മ പറഞ്ഞത്. അതനുസരിച്ച് നമ്മൾ പോലീസിൽ ഇൻറ്റിമേഷൻ കൊടുത്തു. പിന്നെ ചൈൽഡ് ലൈനെ അറിയിച്ചിട്ടുണ്ട്, ICDSനെയൊക്കെ അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് 18 പത്തനംതിട്ട. ആടുജീവിതം എന്ന സിനിമ തിയേറ്ററുകളിൽ വൻ ഹിറ്റായി ഓടുമ്പോൾ അതിന്റെ അണിയറ പ്രവർത്തകരെ സംബന്ധിച്ച് നിരാശപ്പെടുത്തുന്ന, ആശങ്കപ്പെടുത്തുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ആടുജീവിതം സിനിമയുടെ വ്യാജ പതിപ്പ് ഇന്റർനെറ്റിൽ അപ്ലോഡ് ചെയ്തതിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ചെങ്ങന്നൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ സൈബർ സെല്ലിന്റെ സഹായത്തോടെ അന്വേഷണം പുരോഗമിക്കുകയാണ്. വ്യാജ പതിപ്പ് ഇന്റർനെറ്റിൽ അപ്ലോഡ് ചെയ്തത് കാനഡയിൽ നിന്നാണ് കണ്ടെത്തൽ. കേരളത്തിലെ 1-ലധികം തിയേറ്ററുകളിൽ നിന്ന് ചിത്രം പകർത്തപ്പെട്ടതായും സംശയിക്കുന്നുണ്ട്. ആടുജീവിതം തിയേറ്ററുകളിൽ തരംഗം സൃഷ്ടിക്കുമ്പോഴാണ് ചിത്രത്തിന്റെ വ്യാജപതിപ്പ് ഇന്റർനെറ്റിൽ പ്രചരിച്ചു തുടങ്ങിയത്. സംവിധായകൻ ബ്ലെസിയുടെ പരാതിയെ തുടർന്ന് സൈബർ സെൽ നടത്തിയ പരിശോധനയിൽ കാനഡയിൽ നിന്നാണ് ചിത്രം ഇന്റർനെറ്റിൽ അപ്ലോഡ് ചെയ്തതെന്ന് കണ്ടെത്തി. ചെങ്ങന്നൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ സൈബർ സെല്ലിന്റെ സഹായത്തോടെയാണ് അന്വേഷണം. ഏത് തിയേറ്ററിൽ നിന്ന് ചിത്രം പകർത്തി, കാനഡയിൽ നിന്ന് ആര് ഇന്റർനെറ്റിൽ പങ്കുവച്ചു എന്നതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. കാനഡയിലുള്ള മലയാളികൾ നിയന്ത്രിക്കുന്ന വാട്സാപ്പ്, ടെലഗ്രാം ഗ്രൂപ്പുകൾ സൈബർ സെല്ലിന്റെ നിരീക്ഷണത്തിലാണ്. സൈബർ സെൽ ശേഖരിക്കുന്ന വിവരങ്ങൾ ചെങ്ങന്നൂർ പോലീസിന് കൈമാറും. സീരിയൽ നടിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ചെങ്ങന്നൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് പ്രധാന അന്വേഷണം. കഴിഞ്ഞ ദിവസം ചിത്രം മൊബൈലിൽ പകർത്തിയ ചെങ്ങന്നൂർ സ്വദേശിയെ കസ്റ്റഡിയിലെടുത്തിരുന്നു. സംഭവത്തിൽ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് സംവിധായകൻ ബ്ലെസി പറഞ്ഞു. സമൂഹമാധ്യമങ്ങളിലും വിവിധ വെബ്സൈറ്റുകളിലും സിനിമ പ്രചരിപ്പിക്കുന്നത് തടയണമെന്നും സിനിമ അപ്ലോഡ് ചെയ്തവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും പരാതിയിലുണ്ട്. ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ നിന്നും ചിത്രം നീക്കം ചെയ്യാനുള്ള നടപടികളും ആരംഭിച്ചു. ന്യൂസ് 18 കൊച്ചി. മലപ്പുറം തിരൂരിൽ യുവാവിനെ ബന്ദിയാക്കി ക്രൂരമായി മർദ്ദിച്ച സംഭവമാണ് പോലീസ് പട്രോൾ ഇനി പരിശോധിക്കുന്നത്. ഓൺലൈൻ ട്രേഡിംഗിൽ നഷ്ടപ്പെട്ട പണം തിരിച്ചു കിട്ടാനാണ് 5-അംഗ സംഘം യുവാവിനെ തട്ടിക്കൊണ്ടുപോയി വിലപേശൽ നടത്തിയത്. കേസിൽ 5 പേർ പോലീസിന്റെ പിടിയിലായി. സംഘം ചേർന്ന് തട്ടിക്കൊണ്ടുപോകൽ, അന്യായമായി തടങ്കലിൽ വെക്കൽ തുടങ്ങിയ വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. പരാതി ലഭിച്ച ഉടൻ തന്നെ പോലീസ് പ്രതികളെ പിടികൂടുകയും യുവാവിനെ മോചിപ്പിക്കുകയും ചെയ്തിരുന്നു.
ഓൺലൈൻ ട്രേഡിംഗിൽ അമിത ലാഭം പ്രതീക്ഷിച്ച ലക്ഷങ്ങൾ നിക്ഷേപിക്കുകയും പിന്നീട് പണം നഷ്ടപ്പെട്ടതിനെ തുടർന്ന് നിക്ഷേപം സ്വീകരിച്ച യുവാവിനെ തടവിൽ പാർപ്പിച്ച് ബന്ധുക്കളോട് വിലപേശൽ നടത്തുകയും ചെയ്ത 5 പേരെയാണ് എടവണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തത്. എടവണ്ണ ഐന്തൂർ സ്വദേശികളായ അജ്മൽ, ഷറഫുദ്ദീൻ, പത്തപ്പിരിയം സ്വദേശി അബൂബക്കർ, കണ്ടാലപ്പറ്റ സ്വദേശി ഷറഫുദ്ദീന്റെ തടിമില്ലിലെ ജീവനക്കാരൻ വിപിൻ ദാസ് എന്നിവരെയാണ് എടവണ്ണ സബ് ഇൻസ്പെക്ടർ അബ്ദുൾ അസീസിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. കാളിക്കാവ് ഐലാശ്ശേരി സ്വദേശിയായ 24-കാരൻ ഓൺലൈൻ ഷെയർ മാർക്കറ്റ് ട്രേഡിംഗിൽ പണം നിക്ഷേപിച്ചാൽ വൻ ലാഭം നേടിയെടുക്കാമെന്ന് പറഞ്ഞ് പ്രതികളിൽ നിന്നും ലക്ഷങ്ങൾ നിക്ഷേപമാക്കിയിരുന്നു. 1 ലക്ഷം രൂപയ്ക്ക് പ്രതിമാസം 10,000 രൂപയാണ് വാഗ്ദാനം ചെയ്തത്. ആദ്യ മാസങ്ങളിൽ ലാഭവിഹിതം കൃത്യമായി നൽകിയിരുന്നു. പിന്നീട് പണം ലഭിക്കാതെയായപ്പോൾ പ്രതികൾ നിക്ഷേപ സംഖ്യ ആവശ്യപ്പെട്ട യുവാവിനെ സമീപിച്ചപ്പോൾ സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് യുവാവ് ഒഴിഞ്ഞു മാറുകയായിരുന്നു. ഇതോടെയാണ് പ്രതികൾ യുവാവിനെ തട്ടിക്കൊണ്ടുവന്ന് തടങ്കലിലാക്കാൻ തീരുമാനിച്ചത്. ബിസിനസ് സംസാരിക്കാനാണെന്ന് പറഞ്ഞ യുവാവിനെ പ്രതികളിൽ ഒരാളായ അജ്മലിന്റെ ഐന്തൂരിലേക്കുള്ള വീട്ടിൽ വിളിച്ചു വരുത്തുകയായിരുന്നു. 26-ന് രാത്രി അജ്മലിന്റെ വീട്ടിലെത്തിയ പ്രതികൾ യുവാവിന്റെ മൊബൈൽ ഫോണും ലാപ്ടോപ്പും കൈവശപ്പെടുത്തി മുറിയിൽ പൂട്ടിയിട്ടു. യുവാവിൽ നിന്നും പണം ലഭിക്കാതെയായപ്പോൾ ബന്ധുക്കളെ വിളിച്ച് സമ്മർദ്ദം ചെലുത്തി. പരിഭ്രാന്തരായ ബന്ധുക്കൾ വണ്ടൂർ സ്റ്റേഷനിൽ വിവരമറിയിച്ചു. സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ഷെയർ മാർക്കറ്റ്, ഓൺലൈൻ ട്രേഡിൻ്റെ ഭാഗമായിട്ട് നടന്ന ബിസിനസ്സിൽ പണം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് ഒരു യുവാവിനെ കുറച്ച് പേര് തട്ടിക്കൊണ്ടുപോയതായിട്ട് ഇന്ന് പുലർച്ചെ ബഹുമാനപ്പെട്ട SP അദ്ദേഹത്തിന് കിട്ടിയ നിർദ്ദേശപ്രകാരമുള്ള മെസ്സേജ് കിട്ടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നിലമ്പൂർ ഡാൻസ് ഓഫ് ടീമും വണ്ടൂർ CI സാറും എടവണ്ണ സ്റ്റേഷനിലുള്ള മറ്റു ഉദ്യോഗസ്ഥരും കൂടി നിരന്തരമായി തെരഞ്ഞെടുപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ആളെ കണ്ടെത്തുകയും അതിന് കൂട്ടുനിന്ന 5 പേരെ കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷനിൽ കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. സംഘം ചേർന്ന് തട്ടിക്കൊണ്ടുപോകൽ, അന്യായമായി തടങ്കലിൽ വെക്കൽ തുടങ്ങിയ വകുപ്പുകളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. പരാതി ലഭിച്ച മണിക്കൂറുകൾക്കകം തന്നെ യുവാവിനെ സുരക്ഷിതമായി രക്ഷിക്കാനായതിന്റെ ആശ്വാസത്തിലാണ് പോലീസും ബന്ധുക്കളും. തിരൂർ. കേരളത്തിലെ റോഡുകളിലൂടെ സഞ്ചരിച്ചാൽ യാത്രക്കാർക്ക് അപകടം സൃഷ്ടിക്കുന്ന രീതിയിൽ പലയിടങ്ങളിലും കേബിളുകൾ കാണാൻ കഴിയും. ഇതുപോലുള്ള കേബിളുകളിൽ കുരുങ്ങി നിരവധി പേരുടെ ജീവൻ നമ്മുടെ നാട്ടിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്. കൊച്ചി കറുകപ്പള്ളിയിലെ അബ്ദുൽ ഹസൻ എന്ന വിദ്യാർത്ഥിയാണ് ഇതിന്റെ ഒടുവിലത്തെ ഇര. സൈക്കിളിന്റെ ഹാൻഡിലിൽ കേബിൾ കുരുങ്ങിയാണ് അപകടമുണ്ടായത്. അപകടത്തിൽ വിദ്യാർത്ഥിയുടെ വിരൽ അറ്റുപോയി. കഴിഞ്ഞ ദിവസം കൊല്ലം കരുനാഗപ്പള്ളിയിൽ കേബിളിൽ കുരുങ്ങി യുവതി അപകടത്തിൽപ്പെട്ടതിന്റെ നടുക്കം മാറും മുൻപെയാണ് കൊച്ചിയിലെ സംഭവം. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കേബിൾ TV ഓപ്പറേറ്റർമാരുടെ അശ്രദ്ധ മൂലം കേബിൾ കുരുങ്ങിയുള്ള അപകടങ്ങൾ വ്യാപകമാവുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലാണ് കരുനാഗപ്പള്ളിയിലെ സന്ധ്യ എന്ന സ്ത്രീ കേബിൾ കുരുങ്ങി അപകടപ്പെട്ടതും അതിന്റെ ദൃശ്യങ്ങൾ നമ്മളെ ഞെട്ടിച്ചു കളഞ്ഞതും. വീണ്ടും ഒരിര കൂടി. അത് എറണാകുളത്ത് കറുകപ്പള്ളിയിലാണ്. കറുകപ്പള്ളിയിലെ +2 വിദ്യാർത്ഥി അബുൾ ഹസൻ. അബുൾ ഹസന് ഈ അപകടത്തിൽ അദ്ദേഹത്തിന്റെ ഒരു വിരൽ അറ്റുപോവുകയാണ് ഉണ്ടായത്. നമുക്ക് എന്താണ് സംഭവിച്ചതെന്ന് അബുൾ ഹസനോട് തന്നെ ചോദിക്കാം. എങ്ങനെയാണ് മോനെ അപകടം ഉണ്ടായത്? വീട്ടില് സാധനം മാറ്റണമായിരുന്നു പുതിയ വീട്ടിലേക്ക്. പഴയ വീട്ടിലാണ് സംഭവിക്കണത്. പഴയ വീട്ടിൽ നിന്ന് ഇറങ്ങി ഫ്രണ്ടിൽ ഓട്ടോ പോയി, ബാക്കിൽ ഞാൻ സൈക്കിളിന് പോണായിരുന്നു. സൈക്കിളിലെ ഇത് ലൈൻ കമ്പി പൊട്ടിക്കിടക്കുന്ന കണ്ടില്ല. ഞാൻ സ്ഥിരം പോണ വഴിയാണ്ട് പെട്ടെന്ന് പൊട്ടിക്കിടക്കുന്നത് കണ്ടില്ല. അത് ഞാൻ ഹാൻഡിലിൽ കുടുങ്ങി, പിന്നെ വിരലിലേക്ക് കുടുങ്ങി. അപ്പോൾ വീണ്. അപ്പോൾ മോതിരവും ഇതും കൂടി ടൈറ്റായിട്ട് വിരലിൻ്റെ ഇതായിട്ട് പിന്നെ 2 നരമ്പ് ഡാമേജ് ആയി. അപ്പോഴത്തേക്കും എനിക്കപ്പം തന്നെ വിരൽ കണ്ടപ്പോൾ എല്ല് കാണാൻ പറ്റി. അപ്പം തന്നെ എൻ്റെ ബോധം പോയി. അപ്പം തന്നെ വീടിൻ്റെ മേളുള്ള ചേട്ടൻ ആശുപത്രിയിൽ എത്തിച്ചു. വാപ്പയുണ്ടായി. വാപ്പയും ആ ചേട്ടനും കൂടെ ആശുപത്രിയിൽ എത്തിച്ച് എന്നിട്ട് അവിടെ എത്തിയപ്പോൾ മോതിരം ഊരിയെടുത്ത് കണ്ട് പ്ലാസ്റ്റിക് സർജറി ചെയ്ത് ഇപ്പം നടക്കാം. കേബിള് പൊട്ടിക്കിടക്കുമായിരുന്നോ അതോ കുരുങ്ങി? താഴ്ന്നിങ്ങനെ കിടക്കണേ, വീണ പോലെ തറയും മുട്ടി കിടക്കണേ. ഞാൻ കണ്ടില്ല പെട്ടെന്ന്. +2 എക്സാം നടന്നുകൊണ്ട് ഒരു എക്സാമും കൂടി ഉണ്ട് 2-ാം തീയതി. ഇതൊരു മക്കൾക്ക് സംഭവിക്കരുത്. ഞാനെങ്കിലും പരാതി കൊടുക്കാണ്ടായിരുന്നു, എന്നാലും കൊടുക്കണത്. കാര്യം ഇനി ഇതുവരെ ഒരു പിള്ളേർക്ക് ഉണ്ടാകാൻ പാടുള്ളൂ. ഒരുപാട് കേബിൾ റോട്ടിൽ കിടക്കണം. പരാതി അവിടെ ഇത് കൊടുത്തിട്ടുണ്ട്, മെഡിക്കൽ പരാതി പറഞ്ഞിട്ടുണ്ട്. ഇനി അവർ പോലീസിനെ അറിയിച്ചോളെന്ന് പറഞ്ഞു. പോലീസുകാരെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവരോട് സംസാരിക്കുന്ന പരാതി കൊടുക്കണം. സ്പെഷ്യൽ ബ്രാഞ്ച് വന്നിട്ട് പോയി. അവർ വന്നിട്ട് അവരുടെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇത്തരം അപകടങ്ങൾ നിരന്തരം ആവർത്തിക്കുകയാണ്. എത്ര അപകടങ്ങൾ ഉണ്ടായാലും
ആരൊക്കെ ഈ കെണിയിൽ വീണാലും അധികൃതർ അനങ്ങാപ്പാറ നയം സ്വീകരിക്കുകയാണ്. ക്യാമറാമാൻ KP ധനേഷിനൊപ്പം ആജ്ഞ രവീന്ദ്രൻ, ന്യൂസ് 18 കൊച്ചി. കള്ളന്മാരെ പിടികൂടാനാണ് നമ്മളൊക്കെ വീടുകളിലും പുരയിടത്തും ക്യാമറ സ്ഥാപിക്കുന്നത്. എന്നാൽ മോഷ്ടിക്കാനെത്തിയ കള്ളന്മാർ കെണി മനസ്സിലാക്കി ക്യാമറ തന്നെ മോഷ്ടിച്ചു കൊണ്ടുപോയി. മലപ്പുറം ചോക്കാടാണ് ഈ സംഭവം നടന്നത്. ക്യാമറ കവുകിൻ തോട്ടത്തിൽ വെച്ചതിന്റെ തൊട്ടത്തെ ദിവസമായിരുന്നു കവർച്ച. കേസിൽ 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. മലപ്പുറം ചോക്കാടാണ് അടയ്ക്കാക്കള്ളന്മാരെ പിടിക്കാൻ കമുകിൻ തോട്ടത്തിൽ ക്യാമറ സ്ഥാപിച്ചത്. കമുകിൻ തോട്ടത്തിൽ അടയ്ക്കാമോഷണം പതിവായതോടെ സഹികെട്ട് തോട്ടമുടമ 2 ഇടങ്ങളിൽ ക്യാമറ സ്ഥാപിക്കുകയായിരുന്നു. എന്നാൽ കവർച്ചയ്ക്കിടയിലെ കെണി മനസ്സിലാക്കിയ കള്ളന്മാർ ക്യാമറ തന്നെ മോഷ്ടിച്ചുകൊണ്ടുപോയി. ക്യാമറ തോട്ടത്തിൽ വച്ചതിന്റെ തൊട്ടടുത്ത ദിവസമായിരുന്നു കവർച്ച. മോഷ്ടാക്കൾ വിദഗ്ധമായി ക്യാമറ മോഷ്ടിച്ചെങ്കിലും ഇതെല്ലാം മറ്റൊരിടത്ത് റെക്കോർഡ് ചെയ്യുന്നുണ്ടെന്ന കാര്യം അറിഞ്ഞിരുന്നില്ല. ക്യാമറ പിന്നീട് നശിപ്പിച്ച നിലയിലും കണ്ടെത്തി. സംഭവത്തിൽ 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. മമ്പാട്ടുമൂല സ്വദേശികളായ നെല്ലുന്നൻ ജിഷ്ണു, പൂലോടൻ ശ്രീജിത്ത്, മരുതത്ത് മുഹമ്മദ് സനൂപ് എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത്. പ്രതികളെ മഞ്ചേരി കോടതിയിൽ ഹാജരാക്കി. ന്യൂസ് 18 മലപ്പുറം. സംസ്ഥാനത്തേക്ക് സിന്തറ്റിക് ഡ്രഗുകൾ വ്യാപകമായി എത്തിക്കുന്നത് ഇതര സംസ്ഥാനക്കാരാണ്. പെരുമ്പാവൂർ മേഖലയിലാണ് ഇതിന്റെ ഇടപാടുകൾ കൂടുതലായും നടക്കുന്നത്. പെരുമ്പാവൂർ പാത്തിപ്പാലം ജംഗ്ഷന് സമീപം ഇതര സംസ്ഥാന തൊഴിലാളിയെ പിടികൂടിയത് ബ്രൌൺ ഷുഗർ വിൽപ്പനയ്ക്കിടെയാണ്. അസം സ്വദേശി ഉമർ അലിയെ കുന്നത്തുനാട് എക്സൈസ് അറസ്റ്റ് ചെയ്തു. പെരുമ്പാവൂർ പാത്തിപ്പാലം മേഖലയിൽ രാവിലെ 11:30ഓടെയാണ് അസ്വാഭാവികമായ രീതിയിൽ ഒരു ഇതര സംസ്ഥാനക്കാരനെ നാട്ടുകാർ കണ്ടത്. ഇയാളുടെ കൈവശം ഒരു ചെറിയ ബോക്സ് കണ്ടതോടെ നാട്ടുകാർക്ക് സംശയം തോന്നി. തുടർന്ന് നടത്തിയ പരിശോധനയിൽ ബോക്സിനുള്ളിൽ ബ്രൌൺ ഷുഗർ കണ്ടെത്തി. തുടർന്ന് പ്രതിയെ നാട്ടുകാർ ചേർന്ന് തടഞ്ഞുവെച്ച് പിന്നീട് എക്സൈസിനെ വിവരം അറിയിച്ചു. നാട്ടുകാർ പിടികൂടാൻ ശ്രമിക്കുന്നതിനിടെ ഇയാൾ കൈവശമുണ്ടായിരുന്ന ബ്രൌൺ ഷുഗറിന്റെ ഭൂരിഭാഗവും എവിടെയോ എറിഞ്ഞു കളഞ്ഞു എന്നാണ് പറയുന്നത്. അതിനാൽ ഉദ്യോഗസ്ഥർക്ക് ഇയാളുടെ കൈവശത്തു നിന്നും വളരെ കുറച്ചളവിലുള്ള ബ്രൌൺ ഷുഗർ മാത്രമാണ് ലഭിച്ചത്. എന്നാൽ മലയാളിയായ ഒരാളാണ് തന്നെ ഇത് ഏൽപ്പിച്ചതെന്ന് പ്രതി എക്സൈസ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞു. പ്രദേശത്തെ വ്യാപാര സ്ഥാപനങ്ങളിലെ CCTV കേന്ദ്രീകരിച്ച് പ്രതിക്ക് ബ്രൌൺ ഷുഗർ നൽകിയ മലയാളിയെക്കുറിച്ചുള്ള അന്വേഷണം ഉദ്യോഗസ്ഥർ ഊർജിതമാക്കിയിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. കുടുംബ ബന്ധങ്ങളിലെ വിള്ളലും വഴിവിട്ട ബന്ധത്തിലെ ദുരന്തങ്ങളുമാണ് ഇന്ന് പോലീസ് ഫെഡറൽ കൂടുതലായും റിപ്പോർട്ട് ചെയ്തത്. തൃശൂർ അവിണിശ്ശേരിയിൽ ഇതുപോലൊരു സംഭവം 2017 നടന്നിരുന്നു. അവിണിശ്ശേരി സ്വദേശി ജിതേഷാണ് ഭാര്യ സന്ധ്യയെ മക്കളുടെ മുന്നിലിട്ട് നെഞ്ചിലും വയറ്റിലും കത്തിക്കൊണ്ട് കുത്തിക്കൊലപ്പെടുത്തിയത്. ഭാര്യയോടുള്ള സംശയത്തെ തുടർന്നാണ് അരുംകൊല. കേസിൽ പ്രതി ജിതേഷിന് കോടതി ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചു. ദാമ്പത്യ പ്രശ്നങ്ങളെ തുടർന്ന് കലഹിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർ നിങ്ങളുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് എന്തുകൊണ്ടാണ് ഒന്ന് ചിന്തിക്കാത്തത്? അച്ഛന്റെയും അമ്മയുടെയും വഴക്കും പിന്നീടുള്ള ആത്മഹത്യയും കൊലപാതകവും ഒക്കെ അവരുടെ കുഞ്ഞു മനസ്സിനെ വല്ലാതെ നോവിക്കുന്നുണ്ടെന്ന കാര്യം ഓർക്കുക. ഇതോടെ ഇന്നത്തെ പോലീസ് ഫെഡറൽ പൂർണ്ണമാകുന്നു. നമസ്കാരം. പാർട്ടിയായിരുന്നെങ്കിൽ